പൗർണമി നൃത്തം പൗർണമി ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ആ നൃത്തം കാണാനും കേൾക്കാനും മലയാളികൾക്ക് പണ്ടേ ഇഷ്ടമാണ്. കേൾക്കാനല്ല, സോറി, കാണാൻ. നൃത്തം പ്രത്യേകിച്ച് അതൊരു ക്ലാസിക്കലും കൂടെ ആകുമ്പോൾ ഒരു വശ്യ ഭംഗിയാണ്. അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നൃത്തം നടത്തുന്നു, നല്ല കാര്യം തന്നെ. അതിനുവേണ്ടി ഗിന്നസ് റെക്കോർഡിട്ട നൃത്തങ്ങളൊക്കെ നടത്തുന്നു, കൂട്ട നൃത്തങ്ങൾ നടത്തുന്നു, മോഹിനിയാട്ടമായാലും എന്ത് തന്നെ ആയാലും. അപ്പോൾ അതും നല്ല കാര്യം. തിരുവാതിരയൊക്കെ കൂട്ടമായിട്ട് 5000 പേരുടെ തിരുവാതിരയൊക്കെ നടത്തി, മെഗാ തിരുവാതിരയൊക്കെ നടത്തി ഗിന്നസ് റെക്കോർഡ് ഇട്ട നാടാണ് നമ്മളുടെ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല. പക്ഷേ അതൊരു ദുരന്തത്തിൽ കലാശിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ചും കൊച്ചിയിലെ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിനകത്ത് 12,000 വിദ്യാർത്ഥിനികളോടൊപ്പം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രശസ്ത നർത്തകി, ചലച്ചിത്ര താരം, മുൻ സിനിമാ ചലച്ചിത്ര താരം, അവരിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിലും വലിയ നർത്തകിയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ അത് കൊണ്ടെത്തിച്ചത് ഒരു സ്ഥലം MLA ആയ ഉമാ തോമസിൻ്റെ 20 അടി താഴ്ചയിലേക്ക് അവർ സ്റ്റേജ് കയർന്ന് വീഴുകയും അവരിപ്പോഴും വെന്റിലേറ്ററാണ്. സ്റ്റിൽ അവർ റിക്കവർ ആയിട്ടില്ല. അവരിപ്പോൾ നേരിയ പുരോഗതി ഉണ്ടെന്ന് പറയുന്നു. എന്നാലും അവരുടെ സകല അവയവങ്ങൾക്കും പരിക്കുകൾ പറ്റിക്കൊണ്ട് വളരെ ദാരുണമായൊരു സംഭവം. മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ദാരുണമായ സംഭവം. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത്രയും ഒരു റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് നേടണമെന്ന് പറയുന്നു, ഇത്രയും കുട്ടികൾ, പെൺകുട്ടികൾ പങ്കെടുക്കുന്നു, അതിന് വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലാതെ സംഘാടകർ എത്രയോ പൈസകൾ പിരിക്കുന്നു. എന്തൊക്കെ വാർത്തകളൊക്കെ ഇങ്ങനെ? എന്താണ് സംഭവം പറഞ്ഞത്? എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കൊച്ചി പോലൊരു മേജർ ആയിട്ടുള്ള സിറ്റിയിൽ, പ്രസ്റ്റീജിയസ് സിറ്റിയിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ കാര്യം സുരക്ഷ ഒരുക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നിസ്സാരൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം 12,500 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ കാണും, ഇത് പരിപാടി കാണാൻ വന്നവർ കാണും, ഇതിനൊക്കെയുള്ള ഒരു ടിക്കറ്റ് ചാർജും ഒക്കെ അവർ ഈടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, അതായത് ഉമാ തോമസ് MLA നിന്ന സ്റ്റേജ് എന്ന് പറയുന്നത് താൽക്കാലികമായി നിർമ്മിച്ചൊരു സ്റ്റേജാണ്. അപ്പൊ ഇത്തരത്തിലൊരു സ്റ്റേജ് ഇങ്ങനൊരു പരിപാടി നടക്കുന്നിടത്ത് നിർമ്മിക്കണമെങ്കിൽ പോലും അതിന് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്നും അതുപോലെ ഫയർഫോഴ്സിന്റെ അടുത്തു നിന്നും ഒക്കെ അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു സംഭവം നടന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള അനുമതികൾ ഒന്നും ഇല്ലാതെയാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചതെന്നുള്ള കാര്യം പുറത്തു വന്നു. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു സംഘാടക, വയനാട് ബേസ്ഡ് ആയിട്ടുള്ള, അവർ ത്രൂ ആണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോകുന്നത്. എന്നാൽ അവര് ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമാണെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം വെളിയിൽ വരുന്നു. എന്നിരുന്നാലും നമുക്ക് ഇങ്ങനൊരു, അതായത് ഈ ഒരു അപകടം നടന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അതെ, സംഘാടകർ, അതായത് നമ്മളൊരു ഇവന്റ് മാനേജ്മെന്റ്, ഇന്ന് എല്ലാത്തിനും ഇവന് നിസ്സാര ഒരു എൻഗേജ്മെന്റിന്, ഒരു ചെറുക്കനും പെണ്ണും തമ്മിലുള്ള കല്യാണത്തിന്റെ ഒരു നിശ്ചയത്തിന് വരെ ഇവന്റ് മാനേജ്മെന്റിന്റെ മാമാങ്കമാണ്. ഒരു മാമാങ്കമായിട്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇത്രയും വലിയൊരു പരിപാടി, അതും മിക്ക വാർത്ത ഇന്നിപ്പോ ഈ ഉമാ തോമസിന് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ഈ അഴിമതി പുറത്തു വരില്ലായിരുന്നു. കാരണം കാരണം പല പാരന്റ്സും പരാതിപ്പെട്ടു തുടങ്ങി. ഒരു മിനിമം ഒരു 4,500 5,000 അവർക്കൊരു 12,000 രൂപയുടെ ചെലവ് ഒരു പാരന്റിന്. ഒരു പാരന്റിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് അതായത് 3,000 രൂപ മുതൽ 5,000 രൂപ വരെ ഒരു കുട്ടിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. അതായത് 2 മക്കൾ ഉള്ള ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അപ്പൊ ഇൻറ്റു 12,000 ആഡ് ചെയ്ത് നോക്കി 4.5 കോടി രൂപ അവിടെ നിന്ന് മേടിച്ചു, ഒന്നും അറിയാതെ പോക്കറ്റിലെത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ആരാണ് ഇവർക്ക് ഇതിനൊക്കെ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ സംഘാടകരെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ പറയുന്ന രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ എത്ര പേരുടെ പെർമിഷൻ എടുക്കണം? എന്തെല്ലാം സെക്യൂരിറ്റി ചെക്കുകൾ, പ്രയർ സെക്യൂരിറ്റി ചെക്കുകൾ നടത്തണം? ഞാനിപ്പോ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു താൽക്കാലിക സ്റ്റേജിനുള്ള അനുമതി ഇവർ തേടിയിരുന്നില്ല. ഇതിന്റെ ഓണറായ GCDA തന്നെയാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. GCDA ആണ് പറഞ്ഞത്. അതായത് കൊച്ചിൻ കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെയോ പക്കൽ നിന്നുള്ള അനുമതി തേടാതെയാണ് ഇവർ ഈ തരത്തിൽ താൽക്കാലികമായിട്ടുള്ള സ്റ്റേജ് നിർമ്മിച്ചത്. അപ്പൊ ഇതിൽ ദിവ്യാവണിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അവരുടെ ഒരു ജസ്റ്റ് ഒരു മിയർ ഫെയിമിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി ഇത്രയും കുട്ടികളെ ബലിയാടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് മാത്രമല്ല, ഇതാരും ഞാൻ വാർത്തയിൽ കേട്ടത് എല്ലാവരും അവരുടെ സ്റ്റുഡൻസ് അല്ല. ശരിയായിരിക്കാം, ഒരുപക്ഷെ 12,000 സ്റ്റുഡൻസിനെ അവർക്ക് ചിലപ്പോൾ ഒപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശസ്തരായ, പ്രത്യേകിച്ചും നമ്മുടെ ദേവി ചന്ദന, അങ്ങനെ അധികം ഒരുപാട് സിനിമാ നടിമാർ തന്നെ നൃത്ത വിദ്യാലയങ്ങൾ നടത്തുന്നവരിൽ നിന്ന് തന്നെ അവരുടെ കുട്ടികൾ, അവരുടെ മെയിൻ കുട്ടികളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ അതിൽ ഒരു വീട്ടമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞങ്ങളെ ആരെയും പാരന്റ്സിനെ പോലും അകത്ത് കയറ്റിവിടാത്ത കുഞ്ഞുങ്ങളെ മാത്രമാണ് ഒരു ബോട്ടിൽ വെള്ളം പോലും കൊണ്ടുവരാനുള്ള പെർമിഷൻ സംഘാടകർ കൊടുത്തിരുന്നില്ല. അതും അവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം അത്രേ. ഇതെന്താ നീറ്റിന്റെ എക്സാമോ? ഈ പറയുന്ന നീറ്റിന്റെ എക്സാമിന് പോലും ഇല്ലാന്ന് തോന്നുന്നു ഇത്രയും സ്ട്രിക്ട്നെസ്. അപ്പൊ പൈസ അടിക്കുക എന്നുള്ള ഒരു മെയിൻ
ഞാൻ ചോദിക്കട്ടെ, സ്പോൺസർഷിപ്പ് നടത്തുന്ന ഒരു പ്രോഗ്രാം അതെ അതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ സംഘാടകരാണ് അതിനു വേണ്ടി, അല്ലെങ്കിൽ ആരാണോ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അവരാണ് കുട്ടികളെ സ്പോൺസർ ചെയ്യേണ്ടതാണ്, അല്ലെ അവർക്കുള്ള സാധന സാമഗ്രികൾ സ്പോൺസർ ചെയ്യണം. 12,000 കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കുട്ടികളല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് വിദേശത്ത് നിന്ന് അടക്കം ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന പേരിൽ, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന പേരിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഈ കൊച്ചിയിൽ എത്തിച്ചതും. അല്ലെങ്കിൽ പല പേരൻസും പറയുന്നു പ്രാഥമികമായിട്ടല്ലേ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, അതായത് ഒരു ടോയ്ലറ്റ് സൗകര്യം, ഇത്രയും പേർക്ക് ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുന്നത് ഒരു നമ്മൾ കൊടുക്കണം, നമ്മൾ വിളിച്ചു പൗർണമി. അവിടെ ഈ കലൂർ രഞ്ജന സ്റ്റേഡിയത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റുകൾ നടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് ഗെയിംസ് നടക്കുന്ന സ്ഥലമാണ്, T20 നടക്കുന്ന സ്ഥലമാണ്, ICL, അങ്ങനെ ഒരുപാട് രാജ്യാന്തര ആയിട്ടുള്ള ഗെയിംസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഓരോരുത്തർക്കും ഓരോ സംഘാടകരുണ്ട്. ആ സംഘാടകരുടെ മികവാണ് സംഘടനാ പാഠം എന്ന് പറയുന്നത്. ആ മികവില്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ഈ പറയുന്ന MLA, അവർക്ക് അത്ര ഒരു പ്രോട്ടോകോൾ ഉണ്ട്, സുരക്ഷ ഉണ്ട്. ആ സുരക്ഷയുടെ മതിലുകൾ ഭേദിച്ചാണ് അവർ താഴോട്ട് വീണത്. ആ സുരക്ഷയുടെ മതിൽ നമ്മുടെ പോലീസിന്റെ സുരക്ഷ പിന്നെ ഭേദിച്ചതല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളായിരുന്ന സുരക്ഷാ വീഴ്ചയല്ല, പകരം സംഘാടകരുടെ ഭാഗത്തു നിന്നാണ്. കാരണം അവര് നിന്നിരുന്ന സ്ഥലത്ത് ബാരിക്കേഡിന് പകരം റിബൺ വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും 20 അടി ഉയരത്തിൽ നിന്നോ 10 അടി ഉയരത്തിൽ നിന്നോ താഴോട്ട് അവർ വീണിരിക്കുന്നത്. അവരുടെ ശ്വാസകോശത്തിലേക്ക് വാരിയൽ ഒടിഞ്ഞേറിയാണ് പരിക്ക് വന്നിരിക്കുന്നത്. ബാരിക്കേഡ് വെക്കേണ്ട സ്ഥാനത്ത് റിബൺ കെട്ടിവെക്കാൻ ആർക്കാണ് അത്ര ബോധമുള്ളൂ? ഈ പറയുന്ന മൃദംഗാവിഷൻ, എന്താണ് അവരുടെ പേര്? മൃദംഗാവിഷൻ. അവരുടെ തലക്കെട്ടാണ് കൊട്ടേണ്ടത്. സത്യത്തിൽ ആരാണ് അവർക്ക് ഇങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ കൊടുത്ത്? ഇതിനൊരു ഇൻസ്പെക്ഷൻ ഇല്ലേ? ഈ 12,000 കുട്ടികൾക്ക് ഈ പറയുന്ന കല്യാൺ സിൽക്സ് എന്തോ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് പൈസ? അതെ, 1000 രൂപ ഒരു കുട്ടിയിൽ നിന്ന് ഈ ഒരു സാരിക്കായി ഈടാക്കിയേക്കുന്നതാണ് 1000 രൂപ. അതായത് 1000 രൂപ കൊണ്ട് ചെലവ് അവിടെ നിൽക്കുന്നില്ല. ശ്രദ്ധിച്ചോ? അതായത് സാരി മാത്രമാണ്, അതായത് പ്രത്യേക തരത്തിൽ ഇവർ പറയുന്ന ഡിസൈനിൽ അല്ലെ പാറ്റേണിൽ ഈ ഒരു പരിപാടി, പർട്ടിക്കുലർ പരിപാടിക്ക് വേണ്ടി സാരി നെയ്ത് കൊടുക്കുക. 12,500 സാരി നെയ്ത് കൊടുത്തു എന്നാണ് ദിവ്യ ഉണ്ണി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ ഭരതനാട്യം കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കോസ്റ്റ്യൂം അല്ലേ വേണ്ടത്. അപ്പൊ അതിനെ ആ രീതിയിലേക്ക് ആക്കാനുള്ള സ്റ്റിച്ചിങ് ചാർജ് അടക്കം പിന്നെയും ചെലവാണ്. പിന്നെയും അതാണ് നമ്മള് ഒരു പ്രതികരണം കേട്ടത്, ഒരു പേരന്റിന്റെ പ്രതികരണം. അവരുടെ 2 കുട്ടികൾ, 7 വയസ്സുള്ള 2 കുട്ടികൾ, അവരിത് അറിയുന്നത് എങ്ങനെയാ? ദിവ്യ ഉണ്ണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മൃദംഗാവിഷനോ ത്രൂ അല്ല അവർ ഈ വിവരം അറിയുന്നത്. സ്കൂളിൽ നിന്ന് ടീച്ചറാണ് വീട്ടിലേക്ക് അറിയിച്ചത്. അതായത് തന്റെ 2 കുട്ടികളും ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ടീച്ചർ വിളിച്ച് കാര്യം പറയുന്നു. രജിസ്ട്രേഷൻ ഫീസായിട്ട് 5000 രൂപ വേണം എന്ന് പറയുന്നു. 2 കുട്ടികൾ കൂടെ 10,000 രൂപ കൊടുക്കുന്നു. ശേഷം സാരിക്കായിട്ട് 2 പേർ കൂടെ 1000 വെച്ച് 2000 രൂപ കൊടുക്കുന്നു. പിന്നെ അവിടെയും ചിലവ് 12,000 രൂപ ചെലവായില്ലേ എന്ന ചോദ്യത്തിന് മറുപടി 12,000 അല്ല, അതിലും കൂടുതൽ. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാൻ വീണ്ടും മുടക്കണം. പിന്നെ ഇവിടെ നിന്നും നമ്മൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലാനുള്ള കൂലി, പിന്നെ കുട്ടികളാണ്, തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള കാര്യങ്ങൾ. അപ്പം 12,000 അല്ല 13,000 അല്ല, അതിന് മേളിൽ ഇവരുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഈ 12,000 കുട്ടികളെ ഒരു വാഹനത്തിനകത്ത് കയറ്റിയല്ലോ ഇവരാരും കൊണ്ടിരുന്നത്. ഓരോരുത്തരത്തു നിന്നും, ഓരോ ജില്ലയിൽ നിന്നും, ഓരോ താലൂക്കിൽ നിന്നോ, ഈ പറയുന്ന പോലെ ദുബായിൽ നിന്നായാലും ഈ പറയുന്ന പോലെ പുറത്ത് സ്റ്റേറ്റിലായാലും ഈ വരുന്ന കുട്ടികൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടല്ലേ ഈ സ്റ്റേഡിയത്തിലേക്ക്. അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നേട്ടം എന്ന് തോന്നിയാൽ ഒരു പക്ഷെ അവർക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാകാം, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോസ്, അതായത് ഈ ഡാൻസ് 8 മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഈ ഒരു ഭരതനാട്യം പരിപാടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനും നേരെയും വിമർശനമുണ്ട്. കാരണം ഉമാ തോമസ് MLA വീഴുമ്പോഴും ഈ പരിപാടികളെല്ലാം തുടർന്നു എന്നുള്ളത് ഞാൻ പറയാൻ വന്നതല്ല. ഈ ഒരു പരിപാടിക്ക് ശേഷം ഡാൻസ് കഴിഞ്ഞു, ദിവ്യ ഉണ്ണി ആ സ്ഥലത്ത് നിന്നും പോവാൻ ഒരുങ്ങവേ ഈ കുട്ടികളെല്ലാം ദിവ്യ ഉണ്ണിയെ കാണുക, അല്ലെങ്കിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ അവർ ഒരു അധ്യാപികയെ പോലെ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരുപാട് പേര് കാണും. ഈ ദിവ്യ ഉണ്ണിയെ ഒന്ന് അനുഗ്രഹം വാങ്ങാനും കാല് തൊട്ട് വന്നിക്കാനും ഒക്കെ എത്രയോ ആകാംക്ഷയോടെയാണ് കുട്ടികൾ, എത്ര സന്തോഷത്തോടെയാണ് വന്നിരുന്നത്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ദിവ്യ ഉണ്ണി കൂടെ ഇതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കൊടുക്കണമായിരുന്നു. അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം ഇങ്ങനെ ചാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അസ് ആൻ ആർട്ടിസ്റ്റ് എന്നല്ലേ അവർക്ക് കൈ കഴുകാൻ പറ്റില്ല. കാരണം അവരാണ് അതിന് നേതൃപാഠത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റി ഓക്കെ ആക്കണം. പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത്. അതിനപ്പുറം അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇവരുടെ പേരും പറഞ്ഞ് പണപ്പിരിവ്. ഇപ്പൊ എത്ര കോടി ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ പേര് പോയില്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് പേര് വാങ്ങണം? അവർ കൃത്യമായ കാര്യങ്ങൾ കാര്യക്ഷമതയോട് ചെയ്തിരുന്നെങ്കിൽ, സംഘാടകരോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ടി കൃത്യമായ കാര്യം ഇത്രയും അവർക്ക് ചെയ്യാമായിരുന്നെങ്കിൽ, ഒരു നിസ്സാര ഈ പറയുന്ന കാര്യങ്ങൾ കൂടി എന്തായാലും നനഞ്ഞിറങ്ങി. അവരെന്തായാലും വെറുതെ ഇരുന്നിട്ടല്ല ദിവ്യാവണിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുക.
തീർച്ചയായിട്ടും അവരുടെ പിന്നിൽ അവരുടെ നന്നായിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മൾ അതിന് കുറച്ച് കാണുമല്ല. പക്ഷേ അപ്പോൾ അതൊരു പൂർണ്ണതയിലേക്ക് എത്തണമായിരുന്നെങ്കിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് നേരിട്ട് എത്താൻ പറ്റില്ലെങ്കിലും അവർ ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ട് നടക്കുന്ന പറയുന്നു അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ആൾക്കാരെ കുറച്ച് പൈസ മുടക്കി ചെയ്യാമായിരുന്നു. ഈ സംഘാടകർ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യക്ഷമതയോടെ. കാരണം ഇതൊരു സർക്കാർ പരിപാടിയല്ല, ഈ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടിയല്ല, കോളേജ് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടിയല്ല. ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അവരുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. അപ്പൊ അതിൽ മറ്റുള്ളവർ കൂട്ടായ്മ ശരിയല്ലേ. നമ്മളിപ്പോ കൊച്ചി മാരത്തൺ ഉണ്ട്, എല്ലാ വർഷവും കൊച്ചി റൺ നടത്താറുണ്ട്. ഇതൊന്നും ആരുടെയും ഇനിഷ്യേറ്റീവ്, ആരെങ്കിലും ഒരാൾ എന്നോ ഇനിഷ്യേറ്റീവ് എടുത്തൊരു സംഭവം. ആൾക്കാർ അതിനൊക്കെ കോപ്പറയാർക്ക് ഓടുന്നവർ, ഇത്ര കിലോമീറ്റർ ഓടുന്നവർക്ക് സമ്മാനമുണ്ട്, ഇത്ര മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുന്നവർക്ക് അതൊക്കെ സക്സസ് ആയിട്ട് പോകുന്നു. പകരം ഇതുപോലെ ഇനി ഒരു അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാൻ ആരെങ്കിലും മുതിരുവോ? ഇനിയും ഒരുപക്ഷെ ഈ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാതെ കയറാത്തവർ അന്ന് വിഷമിച്ചിട്ടുണ്ടാവും, അയ്യോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്ര പേരെ പറ്റും. അടുത്ത പ്രാവശ്യം ഇപ്പൊ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഞങ്ങൾ ചേരാത്തതിൽ. കാരണം അവർക്ക് പൈസ നഷ്ടം ഉണ്ടായി, ആരോഗ്യ നഷ്ടം. അവർ പറയുന്നത് ഈ 2 കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല, ഇപ്പൊ 12,000 രൂപ. അവർ പറയുന്നത് കുഞ്ഞുങ്ങൾ പാനിക് ആവുകയാണ്. കൊച്ചു കുട്ടികളെ കയറ്റുന്ന കൂട്ടത്തിൽ നിന്ന് വലിയ കുട്ടികൾ ഇടിച്ചു കയറുകയാണ്. അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ, അല്ലെങ്കിൽ 7-10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ്, 10 തൊട്ട് 15 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ്, അതിനുശേഷമുള്ള അഡൽസിന് ഒരു ഗ്രൂപ്പ് എന്ന നിലയിലൊന്നും അവിടെ നോക്കാൻ ഒരു വോളണ്ടിയർമാരും ഉണ്ടായിരുന്നില്ല. വോളണ്ടിയർ ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഇന്ന് കോളേജ് ക്യാമ്പസിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ചെറിയ പരിപാടിക്ക് വരെ വോളണ്ടിയർമാരെ ഉള്ളൂ. അപ്പൊ പിന്നെ ആഹാരം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ കുട്ടികൾ ഓടി നടക്കും. എത്ര പേരെ കിട്ടും ഇന്ന്? പൈസ കൊടുത്താൽ പെർ ഡേ വാടകയ്ക്ക് എത്രയോ പേരെ കിട്ടും. അതൊന്നും ചെയ്യാതെ ഇതിനൊക്കെ പൈസ ലാഭമാണ്. കാരണം ഇവർ തട്ടിക്കാൻ നോക്കിയതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സംഘടന. ഈ പറയുന്ന ഇവമാർക്കെതിരെ നടപടി തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുക്കണം, അല്ലെങ്കിൽ പോലീസ് എടുക്കണമെന്ന് തന്നെ പറയുന്നത്. അതോടൊപ്പം ദിവ്യാണിയോട് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നത്. അവര് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉമാ തോമസ് വീഴുവെന്നോ ഒന്നുമല്ല അവിടെ ആരും ചിന്തിക്കുക. ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഒരു പക്ഷേ ദിവ്യാണി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു നൃത്യ രൂപം അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ആവിഷ്കരിച്ച് അതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. റെസ്പോൺസിബിൾ ആയ സംഘടനാ പാഠവും കൊണ്ട് അല്ലെങ്കിൽ സംഘടനയുടെ ഒരു കുഴപ്പം കൊണ്ട് തന്നെ പൈസ നമ്മൾ എവിടെയും ആർത്തി പിടിച്ച് പൈസ തട്ടിക്കാൻ നോക്കുന്നിടത്തൊക്കെയും ക്വാളിറ്റി കുറയും. നമ്മളിപ്പോൾ ക്വാളിറ്റി കൂടെ എപ്പോഴും പറയുമോ എനിക്ക് കയ്യിൽ നിന്ന് നഷ്ടമാണ് ഞാൻ, അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടം സംഭവിക്കുന്നത് അറിയോ? ആ പ്രോഗ്രാമിന്റെ ഏറ്റവും മികവുറ്റതാക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് കാശിറക്കി ചെയ്യുന്ന സംഘാടകരെ നമുക്കറിയാം. അപ്പോൾ ശരിയാണ് അയാൾക്ക് നഷ്ടം ഉണ്ടാവും, പക്ഷെ എന്നാൽ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഉണ്ടാവേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഒരു കുട്ടിയിൽ നിന്ന് ഇത്രയും രൂപ വാങ്ങുമ്പോൾ എത്രയോ കോടി ഓൾറെഡി. അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ പൈസ മാത്രമാണ് അവർ നോക്കിയിരുന്നത്. ഇതിൽ നിന്ന് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഉമാ തോമസ് എന്ന് പറഞ്ഞ MLA വേറെ ഒരുപക്ഷെ സാധാരണക്കാരെ വീണെന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ല. എന്തോ പ്രശ്നം സംഭവിച്ചു, തിക്കിലും തിരക്കിലും പെട്ട ആൾ വീണെന്നേ പറയുന്നത്. പക്ഷേ ഉമാ തോമസ് MLA ഇങ്ങനെ ഒരു ഗുരുതര പരിക്കിൽ വീണതുകൊണ്ട് തന്നെ സംഘടനയുടെ ഒരു എന്താ പറയുന്ന ഒരു സംഘടന മികവില്ലായ്മ അത് മുഴച്ചു നിൽക്കുകയാണ്. തിരിച്ചറിയാനും അതിന്റെ പിന്നിൽ പൈസയാണ്, അതിന്റെ പിന്നിൽ തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് തിരിച്ചറിയാൻ ഒരു കാരണമായി ഈ പറഞ്ഞ ഉമാ തോമസിന്റെ വീഴ്ചയെ നമുക്ക് അനുമാനിക്കാം. ഇങ്ങനൊരു സംഘടനയുടെ കുറവ് കൊണ്ടാണല്ലോ, അവരുടെ മികവിന്റെ കുറവ് കൊണ്ടും അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും ക്വാളിറ്റി ഗുണമേന്മ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ബാരിക്കേഡ് തകർന്ന് ഉമാ തോമസ് അവിടെ വീഴാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും കല നല്ലതാണ്, നൃത്തം നല്ലതാണ്, പാട്ട് നല്ലതാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡുകളിലേക്ക് എത്തുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് നടത്തുമ്പോൾ സാധാരണക്കാരാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. പൈസ ആവശ്യങ്ങൾ, പൈസ രജിസ്ട്രേഷനും കാര്യങ്ങളും നല്ലത് തന്നെ. പക്ഷേ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള സംഘാടകരെ അതിന് പിന്നിൽ നിർത്താൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.